നന്ദ, നീ എവിടെ പോകുന്നു? നിന്നോടാ ചോദിച്ചത് എവിടേക്കാണെന്ന്. ഇത്ര തിടുക്കപ്പെട്ട് പോകുന്നത് എങ്ങോട്ടേക്കാ? പറയടാ. അമ്മയ്ക്ക് എന്താ വേണ്ടത്? ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? ഞാൻ എവിടെ പോയാലും അമ്മയ്ക്ക് എന്താ? എന്തിനാ എന്റെ പിന്നാലെ നടന്നിങ്ങനെ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത്? എത്ര വലിയ കുട്ടിയായാലും ഈ വീട്ടിൽ താമസിക്കുന്നവരാരായാലും ഇറങ്ങിപ്പോകുമ്പോ ഞാൻ ചോദിച്ചാൽ സമാധാനം പറയേണ്ടി വരും. അതിന്റെ ആവശ്യം എന്താ? ഞാൻ പോകുന്ന സ്ഥലങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് അമ്മയ്ക്ക് കിട്ടിയിട്ട് ഇപ്പൊ എന്താ കാര്യം? അത് നീ അന്വേഷിക്കണ്ട. തോന്നുമ്പോ ഇറങ്ങിപ്പോവാനും തോന്നുമ്പോ കേറി വരാനും ഇത് ലോഡ്ജല്ല. ഈ വീട്ടിൽ താമസിക്കുന്നത് ഞാനും എന്റെ ഭർത്താവും മക്കളും മാത്രമാ. അവരൊക്കെ ഈ തറവാടിന്റെ അന്തസ്സിന് ചേർന്ന ഇടങ്ങളിലേക്ക് മാത്രമേ പോകാവൂ. അങ്ങനെയുള്ള ആളുകളോട് മാത്രമേ ഇടപഴകാവൂ. അതിവിടുത്തെ എഴുതപ്പെടാത്ത നിയമമാണെന്ന് കൂട്ടിക്കോ. ഞാൻ പുറത്തു പോകുമ്പോ എവിടെ പോകുന്നു എന്നും എപ്പ തിരിച്ചു വരുമെന്നും വ്യക്തമായിട്ട് പറയാറുണ്ട്. നിനക്കെന്താ പ്രത്യേകത? എന്നോട് പറയാൻ കൊള്ളാത്ത സ്ഥലത്തേക്കാണോ നീ പോകുന്നത്? വീട്ടിലിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തിന് ഞാൻ പോകാറില്ല. അത് ഓർത്ത് അമ്മ വിഷമിക്കണ്ട. നീ അങ്ങനെ ചെയ്തിട്ടില്ലേ? ഇല്ലേ? എന്ത് ചെയ്തെന്ന് അമ്മ പറയുന്നേ? ഒരിക്കൽ നിന്നെ തിരക്കി ഇവിടെ പോലീസ് വന്നു. ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്തിനായിരുന്നു അത്? നാടിന്റെ നന്മയ്ക്ക് വേണ്ടി സമരം ചെയ്ത കുറ്റത്തിനായിരുന്നോ? പറടാ. ഈ വീട്ടിലേക്ക് നിന്റെ അച്ഛന് എസ്കോട്ട് പോവാനല്ലാതെ പോലീസ് വന്നത് നിന്റെ കയ്യിലിരിപ്പോണ്ട. അല്ലെന്ന് പറയാമോ നിനക്ക്? ഇനി അങ്ങനെ ഒരു സീൻ ഇവിടെ ആവർത്തിക്കാൻ പറ്റില്ല. എവിടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയാ മതി. അന്ന് അങ്ങനെ സംഭവിച്ചതിന്റെ കാരണം എന്താണെന്ന് അമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. അത് പറഞ്ഞ് എന്നെ കൂച്ചുവിലം കിടാൻ നോക്കണ്ട. നന്ദ, എനിക്ക് ഒരു ദിവസം തന്നെ പല സ്ഥലത്തും പലരെയും കാണാൻ പോകേണ്ടി വരും. അതൊന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റിയെന്ന് വരില്ല. എല്ലാം കൃത്യമായിട്ട് അറിയണമെങ്കിലേ അമ്മ ഇവിടെ രജിസ്റ്റർ ബുക്ക് വെക്ക്. വരവും പോക്കും ഞാനതിൽ എഴുതി വെച്ചോളാം. നന്ദ, നിക്കാൻ. എടാ,
ദേവി വാ. എങ്ങോട്ട്? എങ്ങോട്ടാ ഞാൻ വരേണ്ടത്? പറയാം, വന്ന് കാർ കയറ്. വേണ്ട നന്ദു, ഇനി എനിക്കിതൊന്നും താങ്ങാൻ പറ്റിയെന്ന് വരില്ല. നന്ദു പോ. ഇനി എന്നെ കുറിച്ച് ആലോചിക്കണ്ട. ഒരുപാട് സഹിച്ചതാ, ഒരുപാട്. ഇനി എന്താ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നന്ദു പോയിക്കോ. എന്താ വേണ്ടെന്ന് ദേവിയല്ല, ഞാനാ തീരുമാനിക്കുന്നത്. അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. വന്ന് കാർ കയറ്. എങ്ങോട്ട് പോവാനാ? വീട്ടിലേക്ക്. അവിടേക്ക് വന്നതല്ലേ പലതവണ. എന്നിട്ട് എന്താ ഉണ്ടായത്? നാണം കെട്ട് തിരികെ പോരും. അനുഭവിക്കുമ്പോഴേ അപമാനത്തിന്റെ ചൂടറിയും. അത് ഒരുപാട് അറിഞ്ഞവളാ ഞാൻ. ഇനി എനിക്ക് വയ്യ, മതിയായി. ഞാൻ വന്നത് ദേവി വിളിച്ചോണ്ട് പോവാനാ. തിരിച്ചിറങ്ങേണ്ടി വരികയാണെങ്കിൽ അത് തനിച്ചായിരിക്കില്ല, ഒപ്പം ഞാനും ഉണ്ടാവും. നന്ദുവിന് നല്ലൊരു ജീവിതമുണ്ട്, അത് നഷ്ടപ്പെടരുത്. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ വിളിക്കുന്നേ. എന്റെ കൂടെ താനീ കൈപിടിച്ച് ചന്ദ്രോത്ത് വീടിന്റെ പടി കയറും. ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ആ പടി ഇറങ്ങും എന്നേക്കുമായി. അച്ഛനെ ഓർത്തെങ്കിലും ദേവി വരണം. നമുക്ക് വേണ്ടിയാ അച്ഛനിപ്പോ ഈ അവസ്ഥയിലായത്. മരുന്നും ആഹാരവും കഴിക്കാതെ അച്ഛൻ അവിടെ കിടക്കുന്നത് ദേവിക്ക് വേണ്ടിയാ. അതെങ്കിലും ഓർത്ത് എന്റെ കൂടെ വരണം.